അതിരമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിൽ മുണ്ടുവേലിപ്പടി വേദഗിരി റോഡ് തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായി. 10 വർഷത്തോളമായി തകർന്നു കിടക്കുന്ന റോഡ് നവീകരിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടും പ്രതിഷേധങ്ങളും അവലാദികളും പലവട്ടം ഉയർന്നിട്ടും അധികാരികൾ അനാസ്ഥ തുടരുകയാണ്. റോഡ് നവീകരണം ആവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി ശക്തമായ സമരത്തിന് തയ്യാറെടുക്കുകയാണ്. തോമസ് ചാഴിക്കാടൻ എംപിയുടെ ശ്രമഫലമായി PMSGSY പദ്ധതി പ്രകാരം 2.8 കോടി രൂപ പദ്ധതിക്കായി അനുവദിച്ചിരുന്നു. പദ്ധതി പ്രകാരം അനുവദിച്ച റോഡുകൾക്ക് വേണ്ട സർഫസ് ഡ്രസ്സിംഗ് സാങ്കേതിക വിദ്യയും അതിനനുസൃതമായ സംവിധാനങ്ങളും ഇല്ലാതെ വന്നതോടെ കരാറുകാരൻ പിൻവാങ്ങുകയായിരുന്നു. നിലവിൽ കാൽനടയാത്ര പോലും അസാധ്യമാണ്. അധികാരികൾക്ക് പലതവണ നിവേദനം നൽകിയെങ്കിലും പ്രശ്നത്തിന് പരിഹാരമുണ്ടായിട്ടില്ല. ഈ റോഡ് അതിരമ്പുഴ മുണ്ടുവേലിപ്പടി വേദഗിരി റോഡ്. ഈ റോഡ് 2021 തോമസ് ചാഴികാടൻ NP ആയിരുന്ന സമയത്ത് പ്രധാനമന്ത്രി ഗ്രാമീണ സദക് യോജന പദ്ധതി പ്രകാരം ഫണ്ട് പ്രഖ്യാപിച്ച് 2,80,00,000 രൂപ ഫണ്ട് പ്രഖ്യാപിച്ച് പണി ആരംഭിച്ചതാണ്. അന്ന് കരാറുകാരൻ്റെ PMC നിലവാരത്തിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള കോൺട്രാക്ടറാണ് അത് എടുത്തിരുന്നത്. അന്ന് ആ ഒരു വിദ്യ ഉപയോഗിച്ചുള്ള കരാർ നീണ്ടുപോയതിനാൽ അദ്ദേഹത്തിന് സാധിക്കാൻ പറ്റാത്തതിനാൽ കരാർ ഉപേക്ഷിച്ചു പോയി. തുടർന്ന് ആരും കരാർ ഏറ്റെടുക്കാൻ ഇല്ലാതെ ഇങ്ങനെ ഈ മുടങ്ങിക്കിടക്കുകയാണ്. അപ്പോഴങ്ങനെ ഈ സമയത്ത് പല സമരപരിപാടികൾ ആം ആദ്മി പാർട്ടി കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ചെയ്യുകയും 4 തവണ അന്നത്തെ MLAയും മന്ത്രിയുമായിരുന്ന ശ്രീ VN വാസവൻ ഇവിടെ വരികയും ഈ റോഡിനെ കാണുകയും ഇത് കണ്ട് പുള്ളി മനസ്സിലാക്കുകയും ഇപ്പോൾ തന്നെ ഇതിന് വേണ്ട നടപടികൾ എടുക്കുമെന്ന് പറയുകയും ചെയ്ത് ഏതാണ്ട് 3,25,00,000 രൂപ കേന്ദ്ര ഫണ്ടിൻ്റെയും സംസ്ഥാന ഫണ്ടിൻ്റെയും വീതമനുസരിച്ച് ഇവിടെ പ്രഖ്യാപിച്ച് ഇവിടെ ഒരു വലിയ ഫ്ലെക്സ് ബോർഡും ഒക്കെ ഇവിടുത്തെ സഖാക്കന്മാർ വെച്ച് കടന്നുപോയതാണ് ഇലക്ഷൻ സമയത്ത്. ആ ഇലക്ഷൻ മൂത്ത് വന്നപ്പോഴത്തേക്ക് അവർ തന്നെ ഈ ഫ്ലെക്സ് ഇവിടെ എടുത്തുകൊണ്ട് പോവുകയും ഈ പദ്ധതി തന്നെ ഈ ഫണ്ട് തന്നെ ഇല്ലാതാവുകയും ചെയ്തു. അപ്പോൾ സർക്കാർ മാറി പുതിയ സർക്കാർ നിലവിൽ വന്നതിന് ശേഷം ഈ ഒരു നിലവാരം ഇത് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഈ റോഡ്. കാരണം ഇത് യാതൊരുവിധ അത്യാവശ്യം ഒന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്ന് വെച്ചാൽ ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും ഈ വഴി വരത്തില്ല. അത്ര ഓട്ടോറിക്ഷക്കാർ പോലും ഇതുവഴിയുള്ള സർവീസ് നിർത്തിവെച്ചിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ആം ആദ്മി പാർട്ടി വീണ്ടും ഈ സമരരംഗത്തേക്ക് കടന്നു വരികയും ഒരു നിരാകാര സമരം തന്നെ നടത്തുവാനായിട്ട് പാർട്ടി തീരുമാനിച്ചിരിക്കുക. കൂടുതലായിട്ട് ഒരു മെയിൻ്റനൻസും ഇല്ലാതെ കിടക്കുന്നു. രണ്ടാമത് ഇത് പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീമിൽ എടുത്തു, അത് കോൺട്രാക്റ്റും എടുത്തതാണ്. പിന്നെ അതിനെ സംബന്ധിച്ച് എന്തോ തർക്കങ്ങളും കേസുകളും ഒക്കെ ആയി കുറച്ച് പണികൾ അവരിവിടെ നടത്തിയതാണ്. പിന്നെ ഞങ്ങൾക്ക് കൂടുതലായിട്ടൊന്നും അറിയത്തുണ്ട്. പിന്നെ നിവേദനങ്ങളും കാര്യങ്ങളും നിരവധി തവണ ഇങ്ങനെ നടത്തി എല്ലാ ഓരോ നിയമപ്രശ്നങ്ങളും ഒക്കെയാണെന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുന്നു. അനുഭവങ്ങൾ ഞങ്ങൾക്ക് ദുരിതങ്ങൾ മാത്രമേ ഉള്ളൂ. വെള്ളിയാഴ്ച രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ നിരാഹാര സമരവും ഒപ്പുശേഖരണവും നടത്തും. പ്രശ്നപരിഹാരത്തിനായി ആപ്പ് ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരുമെന്ന് ആം ആദ്മി പാർട്ടി നേതാവ് ജോയി ചാക്കോ പറഞ്ഞു.